ഇനി ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോളാണ് ചെയ്യണത്. അതിനുവേണ്ടി 2 വലിയ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. സവാള പൊടിയായിട്ട് എരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കൂടി ചതച്ച് വെക്കണം. ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള പച്ചമുളകും കൂടി ഇട്ട് ആദ്യം വാട്ടി കൊടുക്കണം. അതിനുശേഷം ചതച്ച് വെച്ചാക്കണം വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഇട്ട് വാട്ടിയെടുക്കണം. അതിനിടയ്ക്ക് ഞാൻ ഈ ചിക്കൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ചിക്കൻ അത് തണുപ്പ് മാറിക്കഴിയുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മൈദ എടുക്കുന്നുണ്ട്. മൈദയിൽ നമ്മളൊരു മുട്ട അടിച്ച് ചേർക്കണം, എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ വാടി വന്നിക്കണ സവാളയിലോട്ട് നമ്മൾ ഈ കുറച്ച് മസാലപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വാട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ പേസ്റ്റ് പോലെ ആക്കരുത്, നമ്മൾ പൊടിയാത്തത് കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ വെച്ചിട്ട് ഇതിലോട്ട് ലൂസാക്കിയാണ് മൈദ കുഴച്ചെടുക്കേണ്ടത്. ലൂസാക്കി കുഴച്ചിട്ട് നല്ലപോലെ ഇത് നൈസാക്കി പരത്തിയെടുക്കണം. എന്നിട്ടിത് അതിൽ ഞാൻ അതിനിടയ്ക്ക് റസ്ക് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം പരത്തിയിട്ട് ഇത് നമ്മൾ മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച ചക്കണയിലോട്ട് നമ്മൾ ഈ മസാല ഇട്ടിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്തിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ മൈദ ഇട്ടിട്ട് ഒന്ന് തേച്ച് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ മുങ്ങിപ്പോകും. എന്നിട്ട് ഞാനിത് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ റസ്ക് പൊടിയിൽ മുക്കി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കോരിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് നല്ല ടേസ്റ്റിയുമാണ്, എന്നാൽ നല്ല ഈസിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിൽ വളരെ രുചികരമായൊരു സ്നാക്കാണിത്.